ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം എന്നത് സാമൂഹ്യ ശാസ്ത്രത്തിൽ ചരക്കുകളും സേവനങ്ങളും സൃഷ്ടിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാമൂഹ്യ സാമ്പത്തികമായ ഘടകങ്ങളെയാണ് പറയുന്നത്. ഉൽപാദനം എന്നത് ഭൗതിക വസ്തുക്കളെ മാത്രമല്ല, മറിച്ച് ആശയങ്ങൾ, അറിവ്, സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ എന്നിവ കൂടി ഉൾപ്പെട്ടതാണ്. ഇത് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചും പറയുന്നു. ചരക്കുകളും സേവനങ്ങളുടെയും കൈമാറുമ്പോൾ വ്യക്തികൾക്കിടയിലെ ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നു. സോഷ്യോളജിയിൽ ഉൽപാദനത്തെ മനസ്സിലാക്കാനുള്ള മറ്റൊരു വഴി ഡിവിഷൻ ഓഫ് ലാബർ ആണ്. ഇത് വ്യക്തികൾക്ക് കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാനും ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്താനും ജോലിഭാരം കുറക്കാനും സാധിക്കുന്നു. എന്നിരുന്നാലും വ്യക്തിയുടെ നിലവാരം ചില നിശ്ചിത മേഖലയിൽ മാത്രം ഒതുങ്ങിപ്പോവാൻ ഇത് കാരണമാകുന്നു. സോഷ്യോളജിയിൽ ഉൽപാദനം എന്നത് സാമൂഹികവും വർഗവും ഉൽപാദനവും തമ്മിലുള്ള ബന്ധം, തൊഴിൽ വിഭജനം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സംഘടനകൾ ഇവ തമ്മിലുള്ള ബന്ധവുമാണ് പ്രതിപാദിക്കുന്നത്. പ്രൊഡക്ഷൻ ഇത് മനുഷ്യ ജീവിതത്തെയും സമൂഹത്തെയും നിലനിർത്തുകയും പുനരുൽപാദിപ്പിക്കുകയും ചെയ്യുന്നു. സോഷ്യോളജിയിൽ റീപ്രൊഡക്ഷൻ എന്നത് സാമൂഹ്യ പുനരുൽപാദനം എന്ന ആശയം വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യ അസമത്വങ്ങളെ പുനർനിർമ്മിക്കുന്ന ഘടകത്തെയാണ് പ്രധാനമായും ഇത് സൂചിപ്പിക്കുന്നത്. റീപ്രൊഡക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ജൈവിക പുനരുൽപാദനം എന്ന ആശയം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ലൈംഗിക പുനരുൽപാദനം, ഗർഭം, കുട്ടികളെ പരിപാലിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. കുടുംബത്തിന്റെ ഘടന, സാമ്പത്തിക സാഹചര്യങ്ങൾ, സാമൂഹ്യ ചുറ്റുപാടുകൾ, ആചാരങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ ജൈവ പുനരുൽപാദനത്തിന് കാരണമാകുന്നു. ഇതൊരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് വിപണിയിൽ സാരമായ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും പുനർനിർമ്മാണത്തിനും വിതരണത്തിനും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി, വിദ്യാഭ്യാസം എന്നത് ഭാവിയിലെ തൊഴിലിനും ഉൽപാദനത്തിനും സേവനത്തിനും വഴിയൊരുക്കുന്ന ഒന്നാണ്. സമൂഹത്തിൽ പുനരുൽപാദനം അസമത്വങ്ങളെയും സാംസ്കാരിക സമ്പ്രദായങ്ങളെയും അറിവും അധ്വാനത്തിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നു. ഇനി അടുത്തതായിട്ട് പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് നോക്കുന്നത്. ഇവ രണ്ടും സമൂഹത്തെയും അതിന്റെ ഘടനയെയും അതിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളെയുമാണ് പറയുന്നത്. എന്നാൽ ഉൽപാദനം എന്നത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണത്തെയും വിതരണത്തെയും സൂചിപ്പിക്കുന്നത്. പുനരുൽപാദനം മനുഷ്യ ജീവിതത്തെയും സമൂഹത്തിൽ നിൽക്കുന്ന ഘടകങ്ങളെയുമാണ് പറയുന്നത്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിവിഷൻ ഓഫ് ലാബർ ആണ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലുകൾ വിഭജിച്ചു നൽകുകയും ഇതുമൂലം തൊഴിലിന്റെ സ്വഭാവം തൊഴിലാളികളിൽ ശാരീരികവും മാനസികപരമായ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. അടുത്തത് നോക്കുന്ന അധ്വാന ശക്തി. ഉൽപാദന മേഖലയിൽ കഴിവുള്ള വ്യക്തികളുടെ അധ്വാനം പ്രധാനപ്പെട്ടതാണ്. അവരുടെ ആരോഗ്യം അവരുടെ കഴിവും ശേഷിയും കൂട്ടിച്ചേർന്നതാണ് കൂടുതൽ ഉൽപാദനം ഉണ്ടാകുന്നത്. പിന്നെ അടുത്തത് സാമൂഹ്യ അസമത്വങ്ങൾ. വർഗം, വംശം, ലിംഗം എന്നിവയുമായി ബന്ധപ്പെട്ട് ധാരാളം അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പ്രധാനമായും തൊഴിൽ വിഭജനമാണ് ഉൽപാദന മേഖല ഈ അസമത്വത്തിന് കാരണമാകുന്നത്. ഇതോടെ സാമൂഹ്യ ജീവിതത്തിലെ ഓരോ ഘടകത്തിലും അസമത്വം നിലനിർത്തുന്നു. വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം. വിദ്യാഭ്യാസം, തൊഴില്, വീട് തുടങ്ങിയ മേഖലകളിൽ ഉൽപാദനം പുനരുൽപാദനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇതിന്റെ ലഭ്യതകൾ, ഗുണനിലവാരം എന്നിവ വ്യക്തികളെ സ്വാധീനിക്കുന്നു. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ മൂലധനം. സ്വന്തം സാമ്പത്തികം എന്നത് ഉൽപാദന പ്രക്രിയയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്നാൽ ഇത് സമ്പത്തിന്റെ അധികാരത്തിന്റെയും കേന്ദ്രീകരണത്തിനും സ്ഥാനത്തിനും കാരണമാവുകയാണ് ചെയ്യുന്നത്. അടുത്ത ടെക്നോളജിക്കൽ ചേഞ്ച്. സാങ്കേതിക മുന്നേറ്റങ്ങൾ ഉൽപാദന മേഖലയിൽ വമ്പിച്ച പുരോഗതിയാണ് കൊണ്ടുവന്നത്. ഉൽപാദന മേഖല ഈ വളർച്ച സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയും സാരമായി തന്നെ ബാധിക്കുന്നു. മൊത്തത്തിൽ ഉൽപാദനവും പുനരുൽപാദനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ആശയം മറ്റൊരു ആശയത്തിന് ചേർന്ന് നിൽക്കുന്നു. രണ്ടു ആശയങ്ങളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് തന്നെ സാരം. ഈ കൺസെപ്റ്റ് ഓഫ് വാല്യൂ. മൂല്യം എന്നത് സമൂഹത്തിന്റെയോ വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയോ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൂല്യത്തിന് അവയുടെ ഉപയോഗത്തിനനുസരിച്ച് പ്രാധാന്യം മാറിക്കൊണ്ടിരിക്കും. വിപണിയിൽ ഇത് ചരക്കുകൾക്കും സേവനങ്ങൾക്കും നൽകുന്ന വിലയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വസ്തുവിന്റെ ആവശ്യത്തിനനുസരിച്ചോ ഓരോ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചോ മൂല്യത്തിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണമായി, ചില വ്യക്തികൾക്ക് ആഡംബര വസ്തുക്കളോടും മറ്റു ചില വ്യക്തികൾക്ക് പ്രകൃതി വിഭവങ്ങളോടുമാണ് താല്പര്യം. സാമൂഹ്യ സാമ്പത്തിക പ്രക്രിയയിലെ മാറ്റം, അതിന്റെ വളർച്ച എന്നിവ വാല്യൂസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇനി ടൈപ്പ് ഓഫ് വാല്യൂ.
പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് വാല്യൂ ഉള്ളത്. ഒന്ന് യൂസ് ഓഫ് വാല്യൂ, ഒന്ന് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. അതിൽ യൂസ് ഓഫ് വാല്യൂ ഉൽപാദനത്തിന്റെയും സേവനത്തിന്റെയും ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാനും അതിന്റെ കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നു. ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഉൽപാദനത്തിന് വിപണി നൽകിയിരിക്കുന്ന മൂല്യമാണ് എക്സ്ചേഞ്ച് വാല്യൂ പറയുന്നത്. ഇത് മത്സരാധിഷ്ഠിതമാണ്. വിതരണവും ആവശ്യകതയുമാണ് എക്സ്ചേഞ്ച് വാല്യൂവിന്റെ അടിസ്ഥാനം. ഉൽപാദന പുനരുൽപാദനം എന്നതിൽ മൂല്യം സാമൂഹ്യ ഘടകങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. സാമ്പത്തിക മൂല്യം മനസ്സിലാക്കാനും വ്യക്തികൾ സമൂഹത്തിൽ മൂല്യം മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. ഇനി പർപ്പസ് ഓഫ് വാല്യൂ. സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങൾ സാമ്പത്തിക മേഖലയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഉൽപാദനവും പുനരുൽപാദനവും തമ്മിലുള്ള ബന്ധത്തെയും വിവിധ ജനവിഭാഗത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും വിപണിയിൽ സാംസ്കാരിക മേഖല എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നുമാണ് പർപ്പസ് ഓഫ് വാല്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വാല്യൂവിന്റെ തിയറീസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് മാക്സിം തിയറി. ഇതിൽ അധ്വാനവും മൂല്യവും തമ്മിലുള്ള ബന്ധത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാക്സിന്റെ അഭിപ്രായത്തിൽ ഒരു വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് സമൂഹത്തിന്റെ ആവശ്യകതയാണ്. ഇനി വെബർ മൂല്യം രൂപീകരിക്കുന്ന സാമൂഹ്യം സാംസ്കാരികമായ പ്രാധാന്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറയുന്നത് മൂല്യങ്ങൾ രൂപപ്പെടുന്നത് സാംസ്കാരിക വിശ്വാസങ്ങളും ചരിത്ര സംഭവങ്ങളും വഴിയാണ്. ഇത് സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളെ സ്വാധീനിക്കുന്നു. ഇന്ന് ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ വാല്യൂ രൂപപ്പെടുന്നത് സാമൂഹ്യ ഘടകങ്ങളുടെ പ്രാധാന്യത്തെ അദ്ദേഹം എടുത്തു കാണിക്കുന്നു. അദ്ദേഹം ഇത് വ്യക്തമാക്കുന്ന ബന്ധങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇനി സിമ്മലിന്റെ അഭിപ്രായത്തിൽ മൂല്യങ്ങൾ ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇത് വസ്തുവിന്റെ ഗുണനിലവാരത്തിനല്ല, മറിച്ച് വ്യക്തിയുടെ അനുഭവത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇനി പോളിയുടെ അഭിപ്രായത്തിൽ സാമൂഹ്യ കൂട്ടായ്മയിലൂടെയാണ് മൂല്യങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ സാമൂഹ്യ സാംസ്കാരിക ബന്ധങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതായി ചൂണ്ടിക്കാട്ടി. ഇനി കൺസെപ്റ്റ് ഓഫ് ലാബർ. അധ്വാനം എന്നത് സന്ദർഭത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. പൊതുവെ ഇത് ശാരീരിക മാനസിക അധ്വാനത്തിനെയാണ് സൂചിപ്പിക്കാറ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത് ചരക്കുകൾക്കും സേവനങ്ങൾക്കും നിർമ്മിക്കുന്ന വ്യക്തികളുടെയും അധ്വാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫോംസ് ഓഫ് ലാബർ. ശാരീരികവും മാനസികവുമായ ജോലികൾ, അറിയുന്നതും അറിയാത്തതുമായ ജോലികൾ, കൂലി ഉള്ളതും ഇല്ലാത്തതുമായ ജോലികൾ, ഔപചാരികവും അനൗപചാരികവുമായ ജോലികൾ, അങ്ങനെ പല രൂപത്തിലായിട്ട് ജോലികൾ ഉടലെടുക്കുന്നു. ഇത് സാഹചര്യവും സന്ദർഭത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി ലാബറിന്റെ തിയറീസ് നോക്കുകയാണെങ്കിൽ മാർക്സ് പറയുന്നത് എല്ലാ മൂല്യത്തിന്റെയും ഉറവിടം അധ്വാനമാണ്. മുതലാളിത്തത്തിന്റെ മധ്യസ്ഥയിൽ വരുന്ന സാമൂഹ്യ പ്രവർത്തനമാണിത്. അധ്വാനത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ചരക്കുകളും ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തിന്റെയും പരിശ്രമത്തിന്റെയും അളവായിട്ടാണ്. ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം വ്യക്തികളെ ലക്ഷ്യബോധത്തിന് പ്രാധാന്യം നൽകി. ഇത് സാമൂഹ്യ ഐക്യം നൽകുന്നു. തൊഴിൽ വിഭജനം ഓരോ മേഖലയിലും തൊഴിലെടുക്കുന്നവരിൽ ഐക്യത്തെ ദൃഢപ്പെടുത്തുകയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെബറിന്റെ അഭിപ്രായത്തിൽ അധ്വാനം എന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രക്രിയയാണ്. അവിടെ കൂലിക്ക് വേണ്ടി തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനത്തെ വിൽക്കപ്പെടുന്നു. പലപ്പോഴും ഇത് വ്യക്തികൾക്ക് മതിയായ ഉന്നമനം നൽകാത്തതിനാൽ നിരാശയിലേക്ക് നയിക്കുകയും അതുവഴി വ്യക്തികൾ അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാതെ ആവുകയും ചെയ്യുന്നു. ഫെമിനിസ്റ്റ്. ഇനി അടുത്ത തിയറി നോക്കുകയാണെങ്കിൽ ഫെമിനിസ്റ്റ് തിയറി. അധ്വാനത്തിന്റെ ലിംഗപരമായ രീതിയെയാണ് ഇത് വിവരിക്കുന്നത്. തൊഴിൽ മേഖലയിൽ സ്ത്രീ പുരുഷ ചൂഷണത്തെ എടുത്തു പറയുന്ന ഒന്നാണ്. കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ നേരം ജോലി എടുക്കാൻ പലപ്പോഴും സ്ത്രീകൾ നിർബന്ധിതരാകാറുണ്ട്. ഇനി അടുത്തത് കൺസെപ്റ്റ് ഓഫ് മണി. ചരക്കുകളും സേവനങ്ങളും തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകളിൽ പണം ഒരു വിനിമയ മാധ്യമമാണ്. പരസ്പരം ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നതിന് പകരം പണത്തിലൂടെ ഇടപാടുകൾ നടത്തുന്നത് സുഖകരവും സുസ്ഥിരവുമായ ഒരു സാമ്പത്തിക ഇടപെടലുകൾക്ക് കാരണമായി. പണത്തെ സാധാരണ നാണയങ്ങൾ, നോട്ടുകൾ അല്ലെങ്കിൽ കറൻസികൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മൂല്യം ബന്ധപ്പെട്ട അധികാര കേന്ദ്രമാണ് നിശ്ചയിക്കുന്നത്. ഇനി അത് ഫങ്ഷൻ ഓഫ് മണി. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. തങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി പണം ഉപയോഗിക്കുന്നു. ഇതിലൂടെ സുഖകരമായ സാമ്പത്തിക ഇടപാടുകൾ സാധ്യമാക്കുന്നു. ഇനി അടുത്ത് യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയെയും താരതമ്യം ചെയ്യുന്നതിനായി ഇത് സഹായിക്കുന്നു. ഇനി അടുത്ത് സ്റ്റോർ ഓഫ് വാല്യൂ. ഭാവിയിലെ ഉപയോഗത്തിനായി പണത്തെ ശേഖരിച്ചു വെക്കുന്നതാണ്. ഭാവിയിലെ നമ്മുടെ ലോണുകൾ, കടങ്ങൾ, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പണത്തെ സ്വരൂപിച്ചു വെക്കുന്നതിന്. ഇനി അടുത്ത് പണത്തിന്റെ സാമൂഹ്യ പ്രാധാന്യത്തെയാണ്. പണം എന്നത് കൈമാറ്റം ചെയ്യുന്ന ഒരു ഉപാധി മാത്രമല്ല, മറിച്ച് ഇത് അധികാരത്തിന്റെയും പദവിയുടെയും പ്രതീകമാണ്. പ്രധാനമായും പണം സ്വാധീനിക്കുന്ന സാമൂഹ്യ ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, സാമൂഹിക നിർമ്മാണം.
സമൂഹത്തെ സ്വാധീനിക്കാനും നിലനിർത്താനും പണത്തിന് സാധിക്കും. പണം മനുഷ്യർ തങ്ങളുടെ ആവശ്യത്തിനായി നിർമ്മിച്ചെടുത്തതാണ്. ഇത് ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചും സ്ഥലത്തിനനുസരിച്ചും അതിന്റെ മൂല്യത്തിൽ മാറ്റം വരുന്നുണ്ട്. ഇനി അടുത്ത് സാംസ്കാരിക പ്രാധാന്യം. പണത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് സാംസ്കാരിക ചുറ്റുപാടുകളാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിയന്ത്രിക്കാനും മാറ്റം വരുത്താനും പണത്തിന് കഴിവുണ്ട്. ഇനി സാമൂഹ്യ പദവി. പണം എന്നത് സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ അധികാരത്തിനും സ്ഥാനത്തിനും മുൻതൂക്കം നൽകുന്ന ഒന്നാണ്. പണമുള്ളവർ സമൂഹത്തിനെ നിയന്ത്രിക്കുകയും പദവികളും പലപ്പോഴും പണത്തിന്റെ പേരിൽ നിർവചിക്കപ്പെട്ടതുമാണ്. ഇനി സാമൂഹ്യ ശ്രേണി. സമൂഹത്തിന്റെ പല തലങ്ങളിലും പണമുള്ളവർ പെട്ടെന്ന് കടന്നു കയറാൻ സാധിക്കുന്നു. സമൂഹത്തിന്റെ സാമ്പത്തിക വിതരണം പലപ്പോഴും അസമത്വം നിറഞ്ഞ രീതിയിലാണ്. പണം മുതലാളിത്ത വർഗത്തിന്റെ കൈകളിൽ തന്നെ പലപ്പോഴും സ്ഥിരമായി കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സാമൂഹ്യ ബന്ധങ്ങൾ. സാമൂഹ്യ ഇടപെടലുകൾ സമൂഹത്തിൽ വ്യക്തികൾക്കിടയിൽ ഒരു ആത്മബന്ധം രൂപപ്പെടുത്തുന്നു. ഉദാഹരണമായിട്ട് വായ്പ നൽകലും സമ്മാനങ്ങൾ നൽകലും ഇതുവഴി വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധം നിലനിന്നു പോകുന്നു. സുസ്ഥിരമായ സ്ഥിരത. ഇത് വ്യക്തികൾക്കിടയിൽ വിശ്വാസവും സഹകരണ മനോഭാവം സൃഷ്ടിക്കുന്നു. പണം ഒരു ഉപാധി മാത്രമല്ല സമൂഹങ്ങളിൽ നിലനിൽക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള സാമൂഹ്യ ഇടപെടലും സഹകരണവും ഇതിലൂടെ നടക്കുന്നു. ദ കൺസെപ്റ്റ് ഓഫ് റാഷണാലിറ്റി. ഒരാളുടെ ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയുമായി യോജിച്ച് തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നതിനെയാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്, അഥവാ യുക്തിവാദം. ഇനി തിയറീസ് ഓഫ് റാഷണാലിസം. ഫസ്റ്റ് ക്ലാസിക്കൽ തിയറി. മാക്സും വെബറും ഡർക്കീമും 20-ാം നൂറ്റാണ്ടിലെ പ്രധാന ശാസ്ത്രജ്ഞന്മാരാണ്. ഇവരുടെ അഭിപ്രായത്തിൽ ആധുനിക സമൂഹത്തിൽ യുക്തി വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വെബറിന്റെ അഭിപ്രായത്തിൽ മുതലാളിത്തത്തിന്റെയും ബ്യൂറോക്രസിയുടെയും ഉയർച്ചയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇതിലൂടെ യുക്തിവാദത്തിന് പ്രാധാന്യം കൈവരിച്ചു എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഡർക്കിം സമൂഹത്തിലെ വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിന് സാമൂഹ്യ മാനദണ്ഡങ്ങളുടെ കൂട്ടായ പങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. വ്യക്തികൾ അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സമൂഹത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും നിർമ്മിച്ചിരിക്കുന്നതും അവ പിന്തുടരാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം പറയുന്നു. വെബറിന്റെയും ഡർക്കിമിന്റെയും യുക്തിവാദത്തിൽ ഉത്ഭവവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഉള്ളത്. ആധുനിക വൽക്കരണത്തിന്റെ പുരോഗതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി വെബർ യുക്തിയെ കണ്ടു. എന്നാൽ ഡർക്കിം സമൂഹത്തിൽ അടിത്തറ നിലനിർത്തുന്ന ഘടകമായാണ് ഇതിനെ കണ്ടത്. അപ്പൊ നമ്മൾ ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും അവ തമ്മിലുള്ള ബന്ധങ്ങളും പിന്നെ വാല്യൂസിന്റെ ടൈപ്പ് അതിൽ വിടുന്ന തിയറീസ്, പിന്നെ കൺസെപ്റ്റ് ഓഫ് ലാബർ അതിന്റെ തിയറീസ്, പിന്നെ കൺസെപ്റ്റ് ഓഫ് മണി ഇമ്പോർട്ടന്റ് തിയറീസ്, പിന്നെ റേഷണാലിറ്റി പിന്നെ അതിന്റെ തിയറീസ് ഒക്കെയാണ്. നമുക്ക് അടുത്തൊരു യൂണിറ്റ് കാണാം. താങ്ക് യു.